ഹായ്. അപ്പോൾ ഇന്ന് ഒരു കോൺട്രവേഴ്ഷ്യൽ കാര്യം സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, ഈ ലോ ഓഫ് അട്രാക്ഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. എൻ്റെ ജീവിതത്തിൽ ഇത് വർക്കൗട്ട് ആവും ഇല്ലെന്നൊക്കെ ഉള്ള ചോദ്യവും കൺഫ്യൂഷനൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ബുക്ക് ഞാൻ വായിക്കുന്ന ഒരു കോളേജ് ടൈമിലാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ ഈ എന്താ പറയുക, ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് വേണമെന്ന് വളരെ ഡീപ്പായിട്ട് ആഗ്രഹിച്ചു, അതെല്ലാം നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. നടക്കാത്ത ഒരു കാര്യം പോലും ഇല്ല. അതിനൊരു നെഗറ്റീവ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, ദേഷ്യം വന്നിരിക്കുമ്പോൾ ചില മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം നടക്കാൻ പോലും നമ്മൾ ആഗ്രഹിച്ചെന്നിരിക്കും. അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിലോ വാശിയിലോ ആയിരിക്കും നമ്മളത് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആഗ്രഹം അപ്പോൾ വളരെ ഇൻറ്റൻസ് ആയിരിക്കും. അങ്ങനെ ആഗ്രഹിച്ച കാര്യം പോലും സംഭവിച്ചാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ജീവിതത്തിലൊരു പ്രണയം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഏതോ ഒരു ഘട്ടത്തിൽ എനിക്കൊരു ഭയം തോന്നി, ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഒരു നിമിഷത്തേക്ക് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ ആഗ്രഹം ഓട്ടോമാറ്റിക്കലി നടന്നു. ഒരിക്കലും ബ്രേക്കാവില്ലെന്ന് വിചാരിച്ച ആ റിലേഷൻഷിപ്പിൽ നടന്നു എന്നുള്ളത് എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിക്കാനുണ്ടായ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലെ ഒരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നൂറുകണക്കിന് അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ച് നേടാൻ നമുക്ക് സാധിക്കുമോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഓൾറെഡി മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അതിന് പ്രധാന റീസണായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീ ഡിറ്റർമിൻഡ് യൂണിവേഴ്സിൽ നമ്മൾ വളരെ ഡെപ്തിൽ പല കാര്യങ്ങൾ ആഗ്രഹിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പ്രീകോഗ്നിഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതായത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ആ കാര്യം തന്നെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെപ്പറ്റി ആഗ്രഹിക്കുകയും പിന്നീട് ആ കാര്യം നേടിയെടുക്കുകയും നമ്മൾ ചെയ്യും. നമ്മൾക്കൊരു ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പ്രയത്നിക്കും ഓട്ടോമാറ്റിക്കലി. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും സ്വയം വിചാരിക്കും, ഞാൻ ഭയങ്കര മടിയനാണ്, എനിക്ക് അത് ചെയ്യാൻ താല്പര്യമില്ല, ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ. ശരിക്കും ആണോ? ഞാൻ പറയാമല്ല എന്ന് പറയും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പം നല്ല മുട്ടായി അല്ലെങ്കിൽ മധുരം ഇഷ്ടമുള്ള ഒരാൾ, അയാളുടെ വീട്ടിൽ ആ ഒരു റൂമിൽ ലൈറ്റ് ഓണായി കിടപ്പുണ്ട്, അപ്പുറത്തെ റൂമിൽ. എന്നാൽ അതേ അപ്പുറത്തെ റൂമിൽ ഒരു പെട്ടി ഐസ്ക്രീം ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഇരിപ്പുണ്ട്. നമുക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ഈ ലൈറ്റ് അവിടെ കിടക്കുകയാണ്, കറണ്ട് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. എന്നാൽ നമ്മൾ പോയി ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി മെനക്കെടില്ല. സത്യമാണ്, മെനക്കെടില്ല. അവിടെ കിടക്കട്ടെ, പിന്നീട് ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കും. അതേസമയം ഈ മധുരം അല്ലെങ്കിൽ ആഹാരം കഴിക്കണമെന്ന് തോന്നിയാൽ അതേ മടിയുള്ള നമ്മൾ തന്നെ എണീറ്റ് പോയി നമ്മളതെടുത്ത് കഴിക്കുകയും ചെയ്യും. പോയിന്റ് സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നമ്മളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം അത്രയ്ക്കും വേണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സയൻസ് ഒന്നുമല്ല. ഈ ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടാലും അത് നേടണം എന്നുള്ളൊരു ചിന്ത ആണ്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നേടിയെടുക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത് നമ്മൾ എന്താഗ്രഹിച്ചാലും നേടും, എന്താഗ്രഹിച്ചാലും നേടുമെന്നാണ്. നമ്മുടെ വിൽ പവർ, നമ്മുടെ വില്ലിനൊരു എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനീ പറയുന്ന അങ്ങോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പം നമ്മുടെ വില്ലിനൊരു എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള വിധി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കക്കാഭൂഷണി രാമായണവും മഹാഭാരതവും ഒക്കെ 10ലധികം തവണ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിനകത്തൊരു കാര്യം പുള്ളിക്കാരൻ പറയുന്നത് എന്താണ്? വിധി സെയിമാണ്, പക്ഷേ ഓരോ തവണ യുദ്ധം നടക്കുമ്പോഴും അതിലെ കരുക്കൾ മാറും. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഈ നിയമങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ലൈഫിലെ വിധി ഒന്നാണെങ്കിലും ചിലപ്പോൾ ഇതിനിടയിൽ നടക്കുന്ന ചില ഹാപ്പനിങ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റിയെന്ന് വരാം, നമ്മുടെ ഒരു വിൽ പവർ കൊണ്ട്, നമ്മുടെ ഒരു ആഗ്രഹം, തീവ്രമായ ആഗ്രഹം കൊണ്ട്.
ചിലപ്പോൾ ആ ആഗ്രഹം പോലും പ്രീഡിറ്റർമെൻ്റ് ആയിരിക്കാം. നമ്മളൊരു ക്വാണ്ടം ഫിസിക്സ് ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിംഗ് തിയറിയൊക്കെ പറയും പോലെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വില്ല് കൂടുതലുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഈ ഒരു പാത്വേയിലൂടെ ഒരു ഹാപ്പനിങ്, ഒരു മൾട്ടിപ്പിൾ റിയാലിറ്റി അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഈ റിയാലിറ്റിയിൽ ഇന്ന ആഗ്രഹം സാധിച്ചെടുക്കുമ്പോൾ അതേസമയം തന്നെ മറ്റ് റിയാലിറ്റീസിൽ അത് നടക്കാത്തൊരു സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഇവിടെ നടക്കുന്നത് കാര്യവുമുണ്ട്, നടക്കാത്ത കാര്യമുണ്ട്. എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് നടന്നു പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ റിയാലിറ്റിയിൽ നമ്മൾ ഒരു കാര്യം ഭയങ്കരമായി ആഗ്രഹിച്ചു, അതായത് ഈ ഒരു യൂണിവേഴ്സിനൊരു ഫ്ലോ ഉണ്ട്, എല്ലാം ഓൾറെഡി പ്രീഡിറ്റർമിൻ്റ് ചെയ്യപ്പെട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോയിൽ നമ്മൾ ഭയങ്കരമായി എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു വിൽ പവർ അല്ലെങ്കിൽ ഒരു ഡിസയർ നമ്മുടെ ഉള്ളിൽ കയറി. ഡിസയർ ഒരിക്കലും നല്ലതല്ല. ആ ഡിസയർ നേടാൻ വേണ്ടി നമ്മൾ ഭയങ്കര ഒരു അൾട്ടിമേറ്റ് എഫേർട്ട് ഇട്ട് ഒരു ഭയങ്കര ആഗ്രഹം, തീവ്രമായ ഒരു വിൽ പവർ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സൈക്കിക് എബിലിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ആഗ്രഹം നടക്കുന്നതെങ്കിൽ, നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, ഇറ്റ് വാസ് നോട്ട് ഡിറ്റർമിൻഡ് ആൻഡ് ബട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ കർമ്മത്തിൻ്റെ ചക്രത്തിൻ്റെ സ്പീഡ് നമ്മൾ ഒന്നും കൂടി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് നോ ആക്ട് ഗോസ് അൺപെയ്ഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു മറുപടി ഉണ്ട്. ഈ കർത്തൃഭാവമില്ലാതെ, അതായത് ഞാനാണിത് ചെയ്യുന്നതെന്നുള്ള ഭാവമില്ലാതെ പ്യുവർ കോൺഷ്യസ്നെസ്സിലോ പ്യുവർ അവയർനെസ്സിലോ ഇരിക്കുന്ന ആൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു ബാധ്യതയല്ല. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകളാണ് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ഭയങ്കര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ തവണ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ സെൽഫ്, നമ്മുടെ ഈ ഉള്ളിലെ ഈ ഞാനെന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി, ആ ഒരു മെൻ്റൽ ഇമേജിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ആ കാര്യത്തിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റും നമ്മുടെ ഈ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിക്ക് വീണ്ടും ഒരു പുഷും ഒരു എന്താ പറയുക, ഒരു ആങ്കറിങ് കൊടുക്കുകയാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു റിയാലിറ്റിയിൽ. സോ ബേസിക്കലി ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ പറയുക, ഒരു നോർമൽ ശുദ്ധബോധം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നോർമൽ അവയർനെസ് ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇതൊരു വളരെ മോശം ഒരു സാധനയാണ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലെ സെൽഫ് ഐഡൻറ്റിറ്റിയെയും നമ്മുടെ ഡിസയേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ ആർത്തി എന്നൊക്കെ പറയുന്ന കാര്യത്തിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുക എനിക്ക് ഇന്നൊരാഗ്രഹമുണ്ട്, ഈ ആഗ്രഹം അങ്ങ് സോൾവ് ചെയ്ത് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ആവില്ല. അതാണ് ഈ ആഗ്രഹത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഒരാഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആ ഒരാഗ്രഹത്തിനോട് രണ്ടാഗ്രഹം ഉദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ ആഗ്രഹം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ആഗ്രഹത്തിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ബേസിക്കലി ആഗ്രഹം ഇല്ലാതിരിക്കുന്നത് ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റാണ്. അതായത് രമണ മഹർഷി പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അത് ഏതവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ഇവൻ ഇത് പറയുന്നുണ്ട് ലൈക്ക് എല്ലാം പ്രീഡിറ്റർമിൻഡ് ആണെന്ന് പറയുന്നുണ്ട്, അതേസമയം ഇവൻ തന്നെ പറയുന്നുണ്ട് എന്താണ് ഇത് വിൽ പവറിൽ ഇത് നടക്കും, അതേസമയം തന്നെ ഇവൻ പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഒരു പാരഡോക്സ് ആണ്. ഞാൻ മായയെപ്പറ്റി ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം, അതായത് മനസ്സിനകത്ത് കൊണ്ടുള്ള നമ്മുടെ ഈ ചുറ്റും നടക്കുന്ന ഒരു റിയാലിറ്റിക്കകത്താണ് ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ മൈൻഡ് കൊണ്ട് കാണുന്ന ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു നാടകമായ ജീവിതത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അത് തന്നെ എത്ര കോംപ്ലക്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആ ഒരു ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അതിലൊരു കഥ പറയുന്നുണ്ട്. ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ യോഗ വസിഷ്ഠത്തിലെ കഥയാണെന്നാണ് എൻ്റെ ഓർമ്മ. നോച്ചൂർ സ്വാമി പറഞ്ഞാണ് ഞാൻ ആ കഥ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ കഥ കേട്ടവർക്ക് ഒരു ഉദാഹരണം കിട്ടും, ഒരു ഊഹം കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഈ റിയാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാം ഒരു വിരോധാഭാസമാണ്, ഒരു പാരഡോക്സ് ആണ്. ഇവിടെ അങ്ങനെ നടക്കാം, എന്നാൽ ഇങ്ങനെ നടക്കാം, ഇങ്ങനെ നടക്കാതിരിക്കുക എന്നാൽ അതൊട്ടും നടക്കില്ല. അങ്ങനെ 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 ലൈക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പം മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള സമയത്ത് തന്നെ ഈ മനസ്സ് നമ്മുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ നോർമൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് നമ്മളൊരു വലിയ ഡീപ്പ് എന്താ പറയുക കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കരുത്. ഈ
രമണ മഹർഷി തന്നെ ഞാൻ വീണ്ടും കോട്ട് ചെയ്ത് പറയാം. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബോധോദയം നേടണം എന്നുള്ളൊരു ആഗ്രഹം വേണം. ആ ആഗ്രഹം തന്നെ ഒരു ദൈവാനുഗ്രഹമാണെന്ന് പറയും. അതേ രമണ മഹർഷി തന്നെ പറയുന്നുണ്ട്, ഈ ആഗ്രഹത്തിൽ എല്ലാ കാലത്തും കടിച്ചു തൂങ്ങി കിടക്കരുത്. അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യവും നമ്മൾ ചെയ്ത സാധനയും ഈ ആഗ്രഹവും പോലും നമ്മൾ ഒരിക്കൽ ഉപേക്ഷിക്കേണ്ടി വരും. ഒരു ബിഗിനിങ്ങിന് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ കാര്യങ്ങളെ പറ്റി വായിക്കുകയും അറിയുകയും ഗുരുസിനെയൊക്കെ ഫോളോ ചെയ്യുകയും വീഡിയോസൊക്കെ കാണാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബിയസ്ലി അതിനുള്ളൊരു ആഗ്രഹമുണ്ട്. തെറ്റേ അല്ല, അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരിക്കൽ ഈ ആഗ്രഹവും ഈ വീഡിയോ കാണലും എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും. അവിടെ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജേണി തുടങ്ങുന്നത്. ആ ജേണി എങ്ങോട്ടാണ്, എവിടേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതമായ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നതുകൊണ്ട്. ഈ രമണ മഹർഷി തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടൊരു സിമിലർ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും അങ്ങനെ കൺസെപ്റ്റ് ഒന്നും വന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ സറണ്ടറിങ്ങിനെ പറ്റി പറഞ്ഞതായിട്ട് എനിക്ക് അതുമായിട്ട് തോന്നാറുണ്ട്. അതായത് രമണ മഹർഷി എപ്പോഴും പറയും, നമുക്കൊരു ആഗ്രഹമാണ്, നമുക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ദൈവത്തിനെ ഏൽപ്പിക്കുക. അതായത് നിങ്ങൾ ഒരാഗ്രഹം, നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, എനിക്കിത് സാധനം വേണം, നിങ്ങൾ ദൈവത്തിനോട് പറയുകയാണ്. ഏത് ദൈവമോ ആവട്ടെ, നിങ്ങളുടെ ദൈവം നിങ്ങൾ തറയിൽ നിന്ന് എടുത്ത ഒരു കല്ലായാൽ പോലും അത് നടക്കും എന്നാണ് പുള്ളി പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ദൈവത്തിനോട് ഇങ്ങനെ പറയുകയാണ്, എന്താണ്, ഇതാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് സാധിച്ചു തരണം. എന്നിട്ട് ആ പറഞ്ഞിട്ട് നമ്മളത് അവിടെ വിടണം. അതായത് പിന്നീട് ഒരിക്കലും നമ്മളതിനെപ്പറ്റി ചിന്തിക്കാനോ ഇത് നടക്കില്ല എന്നൊരു നെഗറ്റീവ് തിങ്കിങ്ങോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാര്യം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് നമ്മുടെ ദൈവം നടത്തി തരുമെന്ന്. പൂർണ്ണമായ വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് ഇത് അയ്യോ നടക്കുമോ, അത് നടക്കില്ലല്ലോ, അത് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. പൂർണ്ണമായ വിശ്വാസം നമുക്കതിലുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും നമുക്കുണ്ടാവില്ല. ഇത് ഏത് ദൈവത്തിൻ്റെ രൂപത്തിൽ വേണമെങ്കിലും, ഏതൊരു വ്യക്തിയുടെ രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അർപ്പിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതൊരു കൈൻഡ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ്, നമുക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ഓൾറെഡി നമുക്ക് കിട്ടിയ ഭാവത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ട് വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ വണ്ടർലാൻഡ് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ദൈവത്തിൽ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നമ്മൾ അറിയിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അത് ദൈവം അത് സാധിച്ചിട്ട് നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്, നമുക്കത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം 100% ആണെങ്കിൽ അത് നടക്കുമെന്ന് രമണ മഹർഷിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പുള്ളിയും പറയുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ ചെയ്യുന്ന ഇത്തരം ആക്ടിവിറ്റീസ് നമ്മുടെ കർമ്മ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മത്തിൻ്റെ എഫക്റ്റ് കൂട്ടുകയും നമ്മുടെ കർത്തൃഭാവം കൂട്ടുകയും ഇത് പിന്നെ വീണ്ടും ആ ഒരു കാലചക്രം കറങ്ങുന്നതിന് മൾട്ടിപ്ലിക്കേഷനിലിട്ട് കറക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി വിശ്വസിച്ച കാര്യങ്ങൾ, അതായത് ദൈവത്തിൽ അർപ്പിച്ച വിശ്വസിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്കും ഈ ഒരു വിശ്വാസത്തിനും ഒരു വിൽ പവർ ഉണ്ടെന്നുള്ള കാര്യം ഞാനും മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ടാണ് എന്താ പറയുക, നമ്മുടെ ഈ സ്പിരിച്വൽ ഹീലിംഗ്, സെൽഫ് ഹീലിംഗ്, പാസ്റ്റർമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ചില ആളുകൾക്ക് അസുഖം മാറുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നതിന് അതിൻ്റെ ഒരു സയൻസായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്. ഇനിയും അതൊക്കെ സംഭവിക്കും, മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഫാക്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോയിൽ ഇത് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് എന്താണോ തരുന്നത് ആ കാര്യം നമ്മൾ സ്വയം ഉൾക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് അത് ദൈവം എനിക്ക് തന്ന എന്താണോ അതാണ് ബെസ്റ്റ് എന്ന് കരുതി ജീവിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ലൈഫ് എന്നാണ് സ്പിരിച്വൽ ലെവലിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ കർമ്മം നമ്മൾ എന്തായാലും ചെയ്താലേ പറ്റൂ, നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചാലേ പറ്റുള്ളൂ. അത് അനുഭവിച്ച് തീർത്തതിന് ശേഷമേ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റൂ. നമ്മൾ മോക്ഷത്തിൻ്റെ ആ ഒരു പാരമ്യത്തിലെത്തി നമ്മൾ ആ മോക്ഷം നമുക്ക് നൽകുന്ന ആ ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ്സിലെത്തിയാൽ പോലും നമുക്കപ്പോൾ ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരം നമ്മൾ ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ കർമ്മങ്ങളെല്ലാം ത്തിലൂടെയും കടന്നു പോയതിന് ശേഷം മാത്രമേ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പല സ്പിരിച്വൽ ലീഡേഴ്സും അല്ലെങ്കിൽ വളരെ മഹത്തായ മനുഷ്യരും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്ന് മരിച്ച ആൾക്കാരുണ്ട്. പിച്ചക്കാരനായിട്ട് ജീവിച്ച ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് റിയലൈസേഷൻ കിട്ടി. അവരെ ഈ ശരീരവും ലോകവുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ആ ഓൾറെഡി ഈ പറയുന്ന റിയാലിറ്റിയിൽ ഉത്ഭവിച്ച് എക്സിസ്റ്റ് അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്ത ആ ശരീരത്തിന് ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്ത കർമ്മത്തിലൂടെ കടന്നു പോയാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് സ്വസ്ഥത, ആ ശരീരത്തിന് എന്താ പറയുക, നിർവൃതി അല്ലെങ്കിൽ നിർവ്വാണം ഒക്കെ സംഭവിക്കുകയുള്ളൂ. ശരീരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ആത്മാവിൻ്റെ കാര്യമല്ല.
അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നമ്മൾ കർമ്മങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഒരാഗ്രഹവും ഇല്ലാതെ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അതായി കഴിഞ്ഞു. ഓൾറെഡി നിങ്ങൾ ആ ശുദ്ധബോധമാണ്. ഇതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആഗ്രഹങ്ങൾ മൾട്ടിപ്ലൈ ആവാതിരിക്കാൻ നോക്കുക. ശരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ഒരു ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളൊരാഗ്രഹമാണ്. ഒരിക്കൽ ആ ആഗ്രഹം പോലും നമ്മൾ കളയേണ്ടി വരും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ നിങ്ങൾ ഇത്രയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പവർ എനിക്കറിയാം. എത്രയൊക്കെ വേണമെന്ന് വെച്ചാലും എത്രയൊക്കെ നമ്മൾ ഈ ഡിപ്ലോമാറ്റ്സി സംസാരിച്ചാലും നമുക്ക് പിന്നെയും ചില കാര്യങ്ങൾ വേണമെന്നുണ്ട് ജീവിതത്തിൽ. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ ടു യു. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം ആ കൺഫ്യൂഷൻ തന്നെ നിങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതാണ് എനിക്ക് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറയാനുള്ളത്. ഇത് പറയേണ്ട ഒരു ആവശ്യകത എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഒരു ആത്മീയത അല്ലെങ്കിൽ ഒരു ശുദ്ധബോധം അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ്സിനെ അറിയാനൊരു യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആ പാതയിൽ നിന്ന് അവനെ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും എനിക്കിത് ചെയ്യാൻ എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം, എൻ്റെ കർമ്മവും ഞാനും ചെയ്താലേ പറ്റും. അപ്പോൾ എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.